ഇന്നത്തെ ചോദ്യം ഇതാണ് കേട്ടോ. 388.80 ഹരിക്കണം 12. 388.80 ഡിവൈഡഡ് ബൈ 12. പോയിൻ്റ് ഉണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാമെന്ന് പലർക്കും ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന സംഖ്യയെ സൈനിൻ്റെ ഉള്ളിൽ എഴുതുക, രണ്ടാമത് വരുന്ന സംഖ്യയെ സൈനിൻ്റെ പുറത്തെഴുതുക. ഡിവിഷനിലുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്, അല്ലാതെ വലിയ സംഖ്യനെ ഉള്ളിൽ എഴുതുക എന്നുള്ളതല്ല കാര്യം. ആദ്യം വരുന്ന സംഖ്യയെ ഉള്ളിലെഴുതുക, രണ്ടാമത് വരുന്ന സംഖ്യയെ പുറത്തെഴുതുക. ഇനി നമ്മൾ ഓരോ ഡിജിറ്റിലും ഈ നമ്പർ ഉണ്ടോയെന്നാണ് നോക്കുക. 3-ൽ 12 ഉണ്ടോ? ഇല്ല. 38-ൽ 12 ഉണ്ടോ? ഉണ്ട്. എത്ര 12 ഉണ്ട്? 2 12 24, 3 12 36. അപ്പം ഇത് 38ആണ്. നമുക്ക് ഈ 38ൻ്റെ താഴെ 38ഓ അതിൽ താഴെയുള്ള നമ്പറോ വരാൻ പാടുള്ളൂ. 38നേക്കാളും വലിയ നമ്പർ ഇവിടെ വരാൻ പാടില്ല. കാരണം നമ്മളിത് കുറക്കും. ഇതിനേക്കാളും വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 3 × 12 36. 8 - 6 2. ഇനി നമ്മൾ 8നെ ഇറക്കിയിട്ട് 28ൽ എത്ര 12 ഉണ്ട്? 2. 2 × 12 24. 8 - 4 4. 2 - 2 0. അത് ചേർക്കണ്ട. അതേപോലെ ഇവിടെ 3 - 3 0 നമ്മൾ എഴുതിയിട്ടില്ല. ഇനി ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റിനെ നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഇനി 8നെ ഇറക്കിയിട്ട് കേട്ടോ 48. 48ൽ എത്ര 12 ഉണ്ട്? 4. 4 × 12 എന്ന് പറഞ്ഞാൽ 48 ആണ്. ഡൗട്ടുള്ളവർ ഇവിടെ പോയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 2 × 4 8, 1 × 4 4. കണ്ടോ 48. അപ്പോൾ 4 × 12 48. 48 - 48 എന്ന് പറഞ്ഞാൽ 0. ഇനി ഇവിടെ ഒരു നമ്പറും കൂടി ഉണ്ടല്ലോ, അപ്പോൾ 0 കിട്ടിയെന്ന് നിർത്താൻ പാടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? ആ 0യെ ഇങ്ങോട്ട് ഇറക്കിയിടുക. എന്നിട്ട് ഈ 0ൽ 12 ഉണ്ടോ നോക്കണം. അതെന്തൊരു പൊട്ടത്തരല്ലേ. പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുക. ഈ 0ൽ നമ്മൾ ഇവിടുന്ന് ഏത് സംഖ്യ ഇറക്കിയിട്ടാലും ആ സംഖ്യയിൽ ഈ സംഖ്യ ഉണ്ടോ എന്ന് നിർബന്ധമായിട്ട് നോക്കണം. അപ്പോൾ 0ൽ 12 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇല്ല എന്ന് 0 എന്ന് എഴുതി കൊടുക്കുക. ഇത് മറക്കരുത്. പിന്നുള്ളൊരു കാര്യം, പോയിൻ്റ് കഴിഞ്ഞ് ഒരു നമ്പർ വന്ന് ഈ ഒരു 0 വന്ന് ഈ 0 ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യത്തിൽ മറന്നെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ആൻസർ തെറ്റില്ല. കാരണം ലാസ്റ്റ് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പറുകൾ കഴിഞ്ഞ് ലാസ്റ്റ് 0 ഉണ്ടെങ്കിൽ ആ 0ന് വാല്യൂ ഇല്ല. പക്ഷേ ഇതിന് പകരം ഇവിടെ ഒരു 1ഓ 2ഓ ഒക്കെ വരികയാണെങ്കിൽ വാല്യൂ ഉണ്ട്. അതായത് ഇവിടെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ അതിനെ ഇറക്കിയിടേണ്ടി വരും. അപ്പോൾ ഇവിടെ 0 ഇടാതെ അതിനെ ഇറക്കിയിട്ടിട്ട് ഈ നമ്പർ ഉണ്ടോ എന്നൊക്കെ നോക്കി എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് എപ്പം ഇങ്ങോട്ട് ഇറക്കിയിടുന്നോ അതിൽ ഈ നമ്പർ ഉണ്ടോ നോക്കണം. ഈ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് 0 എന്ന് എഴുതണം. അല്ലാതെ ഈ 0നെ ഇങ്ങോട്ട് കയറ്റിയിടുന്നതല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 32.40 എന്നാണ്. 32.40 എന്ന് പറഞ്ഞാൽ 32.4. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശരി.